ഹലോ ഗായ്സ്, അപ്പോൾ ഇതെന്താണ് എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആ തൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അവൾ അത്യാവശ്യം അവൾ പഠിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നല്ലോണം ഇട്ട് വരച്ച് കുത്തുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഒരു ചന്തമൊക്കെ എനിക്കും തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഇവൾക്ക് എൻ്റെ കൈ വിട്ടു കൊടുത്താണ്. ലാസ്റ്റ് തൊട്ടക്കൊക്കെ സൂപ്പറായിട്ടുണ്ട്. എൻ്റെ എന്താവോ ആവോ കണ്ട് തന്നെ അറിയുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം എൻ്റെ എന്തായെന്ന് എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ, അത് കുളമായിട്ടുണ്ട്. കാരണം ഞാൻ അധികം അത് ചുമക്കാനാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഗൈസ്. പക്ഷെ ഇവൾ നന്നായി ഡിസൈൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഞാൻ എവിടെ പോയി കുറച്ച് നേരമൊക്കെ വായൊക്കെ നോക്കി നിന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നൈനാങ്കാട് നേർച്ച വരാൻ വേണ്ടി തുടങ്ങി. അപ്പം സത്യം പറഞ്ഞാൽ ക്ഷേമത്തൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ DJ കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ മാത്രമല്ല, ഇവരെയൊക്കെ ഞാൻ വിളിച്ചിട്ട് യോ ഒക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ദഫ് കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ദഫ് കളി കാണുന്നത്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ഉമ്മയുണ്ട്, തൻസിയുണ്ട്. ഞാൻ തൻസിനെ അങ്ങനെ വീഡിയോസിൽ കാണിക്കാറില്ല. ഞാൻ പിന്നെ ഇവിടെ നോക്ക് പറഞ്ഞപ്പോൾ ഇവളിരുന്ന് ചിരിച്ചൊക്കെ തന്നിട്ട് ഇവളാരിവിളി വീഡിയോ കാണുമ്പോഴേ ഇവളെ എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഒന്നും ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. പിന്നെ ഏതൊക്കെയോ ആൾക്കാർ വന്ന് പിന്നെ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിൽ പോയിട്ടോ. ഈ ചെറിയ കുരുപ്പുണ്ടല്ലോ, ഈ കുരുപ്പ് ആ കുരുപ്പിൻ്റെ മകളാണ്, തൻസി കുരുപ്പിൻ്റെ മകളാണ് ഈ കുരുപ്പ്. ഇവളെന്തൊക്കെയൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഭയങ്കര സാധനമായിട്ട് നല്ല വായാണ്. ഈ കണ്ണിന് കാണുന്ന പോലെയല്ല, പെണ്ണ് രൂപമില്ല. ഞാനിവളും കൂടി ഫുൾ ടൈം അഴുതിയാണ് കേട്ടോ. ഇവൾ എന്തെടുത്താലും അതെനിക്ക് അപ്പം തന്നെ വേണം. ഇല്ലെങ്കിൽ ഞാൻ ഇവളെ തല്ലും, എന്നെയും തല്ലും. ഒരു തല്ലൽ ബന്ധമാണ്, വാടാപോട ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ ഇവളെയും കൊണ്ട് ഞങ്ങൾ പാർക്കിക്കൊക്കെ പോയിട്ടോ. അപ്പോൾ ഇവളെ ഉമ്മച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇവൾ തരുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ദാ ഇവിടെ ഇടി നോക്കടി അപ്പോഴേക്കും ഇവളെ തട്ട് ഇട്ടോ. അത് വരെ ഇവളെ തട്ട് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ ഇവളുടെ ഒരു തട്ടുടലെന്ന് വെച്ചു. ഞാൻ ചെവിയിൽ ചെമ്പരത്തിപ്പൂ അല്ലാട്ടോ വെച്ചിരിക്കുന്നത്, ഒരു വെള്ളപ്പൂ കണ്ടപ്പോൾ ഇത്തിരി ഭംഗിക്ക് വെച്ചാണ് കേട്ടോ. ഒരു ക്ഷേമത്തത്തിനെ തിരഞ്ഞെടുപ്പോൾ ക്ഷേമത്തത്തെ ചായ മേടിക്കാൻ വേണ്ടി കാവൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ബാക്കിൽ പോയി വലയെ വെറുതെ നിന്നു, സത്യമായിട്ടും വെറുതെ നിന്നു. പിന്നെ മുട്ട ബജി കാപ്പിയൊക്കെ മേടിച്ചു കേട്ടോ. പക്ഷേ എൻ്റെ കാപ്പി ഞാൻ കുടിച്ചില്ല. പാതി വെച്ചിട്ട് എനിക്ക് ആരും കണ്ടു അവിടെ, പരിചയക്കാരെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി പോയി. ഈ കുടിക്കുന്ന ഷോ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ മുട്ട ബജിയും ചായയും ഒന്നും ഞാൻ കണ്ടില്ല ഗൈസ്. പിന്നെയും ഈ ചായക്കടയിൽ നിന്ന് അപ്പുറത്ത് മേടിക്കാൻ കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ അപ്പുറത്ത് പോയി നിന്നു കേട്ടോ. അപ്പോൾ അവിടെ പിന്നെയും DJ ഒക്കെ വന്നു. സത്യത്തിൽ ആ ചായക്കടയെല്ലാം ഞാൻ കഴിച്ച DJ ആണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ അവൾക്ക് കോൽമിഠായി വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പം ഞാനും തിന്നു ഒരു കോൽമിഠായി. കാരണം അവൾ എന്ത് തിന്നാലും അത് എനിക്ക് അപ്പം വേണം. പിന്നെ ഇവള് പറയണേ എൻ്റെ കോൽമിഠായി വേണമെന്ന് കൊടുക്കോ. ഞാൻ ഒരിക്കലുമില്ല, ഞാൻ വായിന്ന് എടുത്തൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇവളത് ഹലോ ഗൈസ് പറഞ്ഞപ്പോൾ അവൾ ഹലോ ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിൻ്റെ സൗണ്ടിൻ്റെ ഇടയിൽ നേരെ കേട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത്, വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാനായിരിക്കുമല്ലോ രസം, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ബൈ.